യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശം നമുക്ക് കഴിഞ്ഞ ദിവസം ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളെ ആസ്പദമാക്കി ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നും നമ്മൾ ആ അധ്യായത്തിൽ തന്നെ തുടർന്ന് സംസാരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, അവകാശ സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. ദൈവഭവനത്തിലെ ഒരു കാര്യമാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് സൂചിപ്പിക്കുന്നത്. ഭവനത്തിൽ നമ്മൾ മക്കളായിരിക്കാം, പക്ഷേ നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ ലഭിക്കുന്ന അവകാശത്തിൽ നമ്മൾ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്തവരായി കേവലം അതിനെ അനുഭവിക്കാനോ അല്ലെങ്കിൽ കാണുവാനോ കേൾക്കുവാനോ മാത്രം നമ്മൾ വിധിക്കപ്പെട്ടവരായി നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വരണമെന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് അപ്പോസ്തലൻ പൗലോസ് ഈ 1-2 വാക്യങ്ങൾ നമ്മോട് പറയുന്നത്. ഇനി 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. 3-ാം വാക്യം, അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. ഇന്ന് ഈ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ അല്ലെങ്കിൽ ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നു ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. എന്താണ് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ? നമുക്കതിനെ കുറച്ചുകൂടെ ലളിതവൽക്കരിച്ച് പറയാൻ സാധിക്കും. ABCs. അതായത് ഒരു കുട്ടി അവൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ അക്ഷരങ്ങളാണ് അവൻ ആദ്യം പഠിക്കുക. മലയാളത്തിലാണെങ്കിൽ ആ, ആ, ഈ എന്നുള്ള അക്ഷരങ്ങൾ നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ ABCD എന്ന അക്ഷരമാല നമ്മൾ പഠിക്കുന്നു. ഇവിടെ ആദ്യ പാഠം എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ലളിതമായി പറയാൻ ആഗ്രഹിക്കുന്നു, ABCs ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ ABCകൾ. എന്താണ് ഈ ലോകത്തിൻ്റെ ABC എന്ന് പറയുന്നത്? ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇത് ലോകത്തിൻ്റെ ഒരു ആദ്യ പാഠമാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ദൈവമക്കൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇത് വിശ്വസിക്കുന്നവരാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ലോകത്തിൻ്റെ ABCs എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം വളർന്നു എന്ന് അവകാശപ്പെട്ടാലും ഈ ABCകൾ അഥവാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്നും മാറുകയില്ല. പക്ഷേ നമ്മൾ ആത്മീയമായി വളർന്നു വരുമ്പോൾ ഈ ABCകൾ മാറിപ്പോകും. നമ്മൾ പുതിയ പാഠങ്ങൾ, കുറച്ചുകൂടെ ഉന്നതമേറിയ പാഠങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും എന്ന് പറഞ്ഞാൽ അത് ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ ആണോ? അല്ല എന്ന് വേണം പറയാൻ. കാരണം അത് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിലുള്ള പരിജ്ഞാന പൂർത്തിയിലാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് നമ്മൾ വിതച്ചത് അനുഭവിക്കാനാണോ? അല്ല. മനുഷ്യൻ ചെയ്തു കൂട്ടിയ സകല തിന്മകളിൽ നിന്നും അവനെ വിടുവിപ്പാനാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ നമ്മുടെ പാപങ്ങളിൽ നിന്നും അവൻ നമ്മളെ മോചിപ്പിക്കുന്നു. നമ്മുടെ ശാപങ്ങളിൽ നിന്നും അവൻ നമ്മളെ വിടുവിക്കുന്നു. നമ്മുടെ രോഗങ്ങളിൽ നിന്നും അവൻ നമ്മളെ വിടുവിക്കുന്നു. സാധാരണയായ ആളുകൾ പറയുന്ന കാര്യമുണ്ട്, അവരുടെ വീട്ടിൽ ഉണ്ടായ ശാപമാണ് അവർക്ക് ഈ രോഗങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ അവരുടെ അപ്പനമ്മമാർ ചെയ്തതായ തെറ്റുകളാണ് ഇതിനെല്ലാം കാരണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു കുരുടനെ കൊണ്ട് നിർത്തിയിട്ട് ഇപ്രകാരം ശിഷ്യന്മാർ ചോദിച്ചില്ലേ, കർത്താവ്, ഇവൻ കുരുടനായി പിറക്കത്തക്കോണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? യേശു എന്താ പറഞ്ഞത്? വാസ്തവത്തിൽ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവനെ പരീക്ഷിപ്പാൻ അത്രേ ഇത് ചോദിച്ചത്. അപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയം, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ഇവങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അത്രേ. അന്നത്തെ യഹൂദ പശ്ചാത്തലങ്ങൾ, യഹൂദ പാരമ്പര്യങ്ങൾ, നാട്ടിൽ പ്രചരിച്ചിരുന്നതായ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചത് ഇവൻ്റെ അപ്പനും അമ്മയും പാപം ചെയ്തുകൊണ്ട് ഇവൻ കുരുടനായി പിറന്നതെന്നുള്ളതാണ്. പക്ഷേ ദൈവം തികച്ചും വ്യത്യസ്തമായ ഒരു വീക്ഷണം അവിടെ പറയുന്നു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അത്രേ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യ സമ്പ്രദായങ്ങളെക്കാളും ഉന്നതമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മളത് വിശ്വസിക്കണം. നമുക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ശിശുവായിരിക്കുന്നിടത്തോളം കാലം നമുക്കതിന് കഴിയത്തില്ല. ആത്മീയമായി വളർച്ച പ്രാപിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്,
ഇതിങ്കിൽ ദൈവപ്രവൃത്തി ഉണ്ട് എന്നുള്ളത്. ഏതൊരു വിഷയമാണെങ്കിലും ഒരു ആത്മീകമായി വളർന്ന വ്യക്തി അവൻ വളരെ ക്ഷമയോടുകൂടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാനും ഒക്കെ കഴിയുന്നത് അവൻ്റെ ആ വളർച്ചയുടെ ഭാഗമാണ്. ഇല്ലെങ്കിൽ ശിശുവായിരിക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവൻ വേഗം അതിനോട് റെസ്പോണ്ട് ചെയ്ത് അവൻ കരയുകയോ ബഹളമുണ്ടാക്കുകയോ വല്ലാതെ വിഷമിക്കുകയോ ചെയ്യുന്നതായ സാഹചര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിത് അനുഭവിച്ചറിയണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആത്മീയമായി വളർന്നു വരുമ്പോൾ ഓരോ വിഷയങ്ങളുടെ മുമ്പിലും അതിനെ ആത്മീയമായി അപഗ്രഥിച്ച് മനസ്സിലാക്കി ദൈവപ്രവൃത്തി എന്താണ് ഈ വിഷയത്തിൽ ഉള്ളതെന്ന് നമുക്ക് ഗ്രഹിച്ചറിയാനും വിശ്വസിക്കാനും കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിടുതൽ എന്ന് പറയുന്നത്. ഒരാൾ പറയുന്ന കാര്യം മറ്റൊരാളിൽ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയത്തില്ല. ചില ആളുകളുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്, സഹോദര നിന്റെ രോഗത്തിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കും, നീ വിശ്വസിച്ചാൽ മതി. ഓക്കെ, അത് പറയുന്നതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ അത് അവൻ്റെ മേൽ ഒരു ഭാരമായി നമ്മൾ ഇടരുത്. മറിച്ച് ആ വ്യക്തിക്ക് ഒരു ആത്മീയ കാഴ്ചപ്പാട് ലഭിക്കാനും ആ ആത്മീയ കാഴ്ചപ്പാടിനനുസരിച്ച് അവൻ നിലനിൽക്കുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ സംഭവിപ്പാനും അവന് ഇടയാകണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രവാചകനും പ്രവാചക ശിഷ്യനും ശമരിയിൽ താമസിക്കുമ്പോൾ അരാമ്യർ കടന്നു വന്ന് അവരെ വളഞ്ഞു. അപ്പോൾ ഈ പ്രവാചകന്റെ ശിഷ്യൻ ഇപ്രകാരം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, നമ്മൾ അകപ്പെട്ടിരിക്കുന്നു, നമ്മൾ പിടിക്കപ്പെടും, നമ്മൾ കൊല്ലപ്പെടും, നമ്മെ അരാമി സൈന്യം വളഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ എന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ, ഇവന്റെ കണ്ണ് തുറക്കണമേ. കാരണം പ്രവാചകൻ കാണുന്നത് അരാമി സൈന്യത്തെ അല്ല, അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ സൈന്യം ആയിരം ആയിരം കോടി കോടിയുമായി തങ്ങളുടെ ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഈ രണ്ട് വ്യക്തിത്വങ്ങളെ, രണ്ടുപേരും ദൈവഭക്തരാ, പക്ഷെ ഒരാള് ആത്മീയമായ വളർച്ച പ്രാപിച്ചിട്ടില്ല, ഒരാൾ ശിശുവാണ്. എന്നാൽ മറ്റൊരാള്, അതേ പ്രവാചകൻ, താൻ ആത്മീയമായി വളർച്ച പ്രാപിച്ചവനാണ്. അതുകൊണ്ട് അവന് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ സൈന്യത്തെ. അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് ഹോമയാഗത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ അപ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്നു, അപ്പാ, യാഗത്തിന് വിറകുണ്ട്, തീയുണ്ട്, പക്ഷേ യാഗമൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്നു, യഹോവ കരുതിയിട്ടുണ്ട്. ഇതാക്കാ പറയാൻ കഴിയുന്നത്? ആത്മീക വളർച്ചയുള്ളവർക്കാണ് പറയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളുടെ കീഴിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയില്ല. ഏലിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയാവ് കർമ്മേലിന്റെ കൊടുമുടിയിൽ വെച്ച് ആഹബിനോടും തൻ്റെ ഭൃത്യനോടും പറയുന്നു, വലിയൊരു മഴയുടെ മുഴക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. അതെന്താണ്? അത് ആത്മീക വളർച്ചയിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞ ദർശനവും വെളിപ്പാടുമാണ്. നമ്മൾ ഓരോരുത്തരും ഇത് പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ ധൈര്യത്തോടും സന്തോഷത്തോടെയും പോകാൻ കഴിയുന്നത്. എല്ലാവർക്കും ഉള്ളതുപോലെ വിഷമം എനിക്കുമുണ്ട്, എല്ലാവർക്കും ഉള്ളതുപോലെ വേദന എനിക്കുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ സമാധാനിപ്പിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ഞാൻ സ്വസ്ഥമാക്കപ്പെടുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം എനിക്ക് തരുന്ന ആത്മീയമായ വളർച്ചയാണ്. അതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതെ, നമ്മളിവിടെ വായിച്ചതുപോലെ അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കീഴെ അടിമപ്പെട്ടിരുന്നു. അടുത്ത വേദഭാഗം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ ശൈശവാവസ്ഥകളെ വിട്ട് മുതിർന്നു വരുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. അതുകൊണ്ട് അതിനായിട്ടുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ശിശുക്കളായി ഇരിക്കുകയാണ്, ഞങ്ങൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളുടെ കീഴെ ഇരിക്കുകയാണ്. പക്ഷേ കർത്താവെ, അങ്ങ് ഞങ്ങളെ വിടുവിക്കണം. ഞങ്ങൾക്ക് വിടുതൽ പ്രാപിപ്പാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തവമായിട്ടും ദൈവത്തിൽ പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ, ആത്മീയമായി വളരുവാൻ കർത്താവെ, ഞങ്ങളുടെ വിഷയങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ദൈവവചനപ്രകാരം സംസാരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.